മറുപടി 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനാണ് അതിൽ സുപ്രീം കോടതിയുടെ വിധി വരാൻ പോകുന്നുണ്ട്. ഏറ്റവും നിർണായകമായ വിധിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേരളം, തമിഴ്നാട്, തെലങ്കാന പോലെ, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ബില്ലുകൾ ഗവർണർമാർ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നു. അത് സംസ്ഥാനങ്ങളുടെ ഭരണ നടത്തിപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരോപണമൊക്കെ ഉയർന്നതാണ്. എന്താണ് ഈ പറയുന്ന ഈ ഗവർണർമാർക്ക് ഈ കാലതാമസം കൂടാതെ ബില്ലുകൾ ഒപ്പിടണം. സുപ്രീം കോടതിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനകത്ത് വിധി പ്രസ്താവം അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നുണ്ട്. നിറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാലതാമസം കൂടാതെ ഒപ്പിടണം എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ കാലതാമസം എത്രത്തോളം ആകാം എന്നതിനെപ്പറ്റി കൃത്യമായി പറയുന്നില്ല. അങ്ങനെ ഒരു കൃത്യമായ പറച്ചിൽ ഇന്നത്തെ വിധിയിൽ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ബൽറാം, അവിടെ വിധി പ്രസ്താവം തുടങ്ങിയോ? ഹാഷ്മി, വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഈ വിഷയത്തിൽ ഭരണഘടനാ അനുച്ഛേദം 200ന്റെ രൂപരേഖയെക്കുറിച്ച് ഗവർണർക്കുള്ള അതിലുള്ള മറ്റ് സാധ്യതകൾ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ഇത്തരത്തിലുള്ള ബില്ലുകൾ ഗവർണർക്ക് അത് അംഗീകരിക്കുകയോ രാഷ്ട്രപതിക്കായി അയക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികളോടെയോ അത് വീണ്ടും പാസ്സാക്കുന്നതിനായി നിയമസഭകളിലേക്ക് തിരികെ അയക്കുകയോ ചെയ്യാം എന്നാണ് ഈ വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ തിരികെ അയക്കുന്ന സമയത്ത് ഇത് ഗുണപരമായി വ്യത്യസ്തമാണ്. ഇതുകൂടാതെ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ഉപാധി ഈ വിഷയത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണ് ഈ ഒരു വിധിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ആദ്യ വ്യവസ്ഥ പാലിക്കാതെ ഗവർണർ ബിൽ തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് അനുച്ഛേദം 200ന്റെ സാരവത്തായ ഭാഗമാണ് എന്ന്, അത് ഭരണഘടനയെ അവഹേളിക്കുന്നതാകും എന്നുമാണ് വിധി പ്രസ്താവത്തിന്റെ തുടക്കത്തിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് കേസിൽ ഉന്നയിച്ച അതേ വിഷയങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിലും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ പരിധി സുപ്രീം കോടതിയിൽ വിധി പ്രസ്താവം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. മറുപടി 14 ചോദ്യങ്ങളടങ്ങിയ രാഷ്ട്രപതിയുടെ റഫറൻസിനാണ്. ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വത്തിനെതിരാണ് എന്ന് സുപ്രീം കോടതി ഈ സമയം പറയുന്നുണ്ട്. നിയമസഭയുമായി ആശയവിനിമയം വേണം എന്ന് സുപ്രീം കോടതി ഈ സമയം പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറുപടിയില്ലാതെ, ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് അഭിലഷണീയമല്ല എന്നുകൂടി പറയുന്നുണ്ട്. ആശയവിനിമയം ഇല്ലാതെ പിടിച്ചുവെക്കൽ അഭിലഷണമല്ല എന്ന് തന്നെ കൃത്യമായി സുപ്രീം കോടതി പറയുകയാണ്. ആ മറുപടിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ്. നമ്മൾ നേരത്തെ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ സമയത്തൊക്കെ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ്. ആ മന്ത്രിസഭയുടെ, ആ സർക്കാരിന്റെ ഒരു ബില്ല് ഏതെങ്കിലും തരത്തിൽ മറുപടി ഇല്ലാതെ പിടിച്ചുവെക്കൽ അഭിലഷണീയമല്ല എന്ന് സുപ്രീം കോടതി പറയുകയാണ്. ഏറ്റവും നിർണായകമായ ഒരു വിധി പ്രസ്താവനത്തിന്റെ ഒരു മറുപടി സുപ്രീം കോടതി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതിയുടെ ആ റഫറൻസ് തന്നെ അങ്ങനെ സാധാരണമല്ല, അസാധാരണമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ്. 14 ചോദ്യങ്ങളടങ്ങിയ ഒരു റഫറൻസാണ് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൊടുത്തത്. അതിലേറ്റവും പ്രധാനം ഇത്തരത്തിൽ ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും ഈ ബില്ലുകൾ കയ്യിൽ വെക്കാനുള്ള, അല്ലെങ്കിൽ ബില്ലുകൾ അതിൽ തീരുമാനമെടുക്കാതെ കയ്യിൽ വെക്കാനുള്ള സമയപരിധി എത്രത്തോളമാകാം, അത് കാലാകാലങ്ങൾ കയ്യിൽ വെക്കുന്നത് ഏത് രീതിയിലാണ് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാവുക തുടങ്ങിയ അടിസ്ഥാനപരമായ കാതലായ ചില ചോദ്യങ്ങൾ ആ റഫറൻസിലുണ്ട്. ആ റഫറൻസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മറുപടി വരുന്നത്. സുപ്രീം കോടതിയുടെ മറുപടിയിൽ പറയുന്നത് നിയമസഭയുമായി ആശയവിനിമയം നടത്തണം എന്നുകൂടി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, ഒരു മറുപടിയും ഇല്ലാതെ അങ്ങനെ ബില്ലുകൾ കാലാകാലങ്ങൾ പിടിച്ചു വെക്കുന്നത് അഭിലഷണീയമല്ല, അത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. നിയമസഭയുമായി ആശയവിനിമയം നടത്തണം തുടങ്ങിയ മറുപടി സുപ്രീം കോടതിയിൽ നിന്ന് വന്നു തുടങ്ങുന്നുണ്ട്. ബൽറാം തുടങ്ങി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബൽറാം, ഈ വരുന്ന മറുപടി അത് വിധിയുടെ ആദ്യ സൂചനയാണെങ്കിൽ അതൊരു ചരിത്രപരമായ വിധിയിലേക്കുള്ള പോക്കാണ്. ബൽറാം. ഹാഷ്മി, തീർച്ചയായും ഈ ഒരു പ്രസിഡന്റ്സ് റഫറൻസ് അത് ചരിത്രപരമായി രാജ്യത്തിന്റെ നിയമചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായി മാറും, അല്ലെങ്കിൽ ഒരു ദിശാസൂചികയായി മാറും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങൾ ഓരോന്നായി പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഇക്കാര്യത്തിൽ കോടതി വിധി പ്രസ്താവിക്കുന്നത്. നിയമസഭയും ആശയവിനിമയം വേണം, ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.